ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പവലിയനുകളിലൊന്ന് അലിഫ് പവലിയനാണ്. അലിഫ് എന്നത് മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിലെ UAEയുടെ തന്നെ പവലിയനാണ്. പവലിയന് ഉള്ളിലേക്ക് കയറി ചെന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയാണ്. അല്പസമയത്തിന് ശേഷം ലിഫ്റ്റ് തുറന്ന് ഉള്ളിൽ ചുവന്ന ഡ്രസ്സ് ധരിച്ച ഒരു പെൺകുട്ടിയെ കാണാം. ആകാശത്തേക്ക് കയ്യെത്തി ചിത്രശലഭങ്ങളുമായി സംവദിക്കുന്ന ഒരു ബദുവിയൻ പെൺകുട്ടിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ ഇലവേറ്റർ. വൃത്താകൃതിയിലുള്ള ഈ ഇലവേറ്ററിൽ ഒരേ സമയം 160 പേരെ ഉൾക്കൊള്ളും. 1000 വർഷത്തെ വാഹന ഗതാഗതങ്ങളുടെ ശബ്ദങ്ങൾ നമുക്ക് ചുറ്റും കുതിരക്കുളമ്പടിയായും കാലടി ഒച്ചകളായും ബഹിരാകാശ കപ്പലുകളായും സഞ്ചരിക്കുന്നത് കേൾക്കാം. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ എത്തിച്ചേരുന്നത് ബാഗ്ദാദിലെ ഹൗസ് ഓഫ് വിസ്റ്റത്തിലാണ്. 9ാം നൂറ്റാണ്ടിലെ ബാഗ്ദാദ് ലൈബ്രറി നമ്മളെ ഇവിടെ കാത്തിരിപ്പാണ്. ഭിത്തിയിൽ കാണുന്ന വാൾ ക്ലാഡിംഗ് വീണ്ടും സഞ്ചാരത്തിൻ്റെ ഭൂതം, ഭാവി, വർത്തമാന കഥകൾ വരച്ചിട്ടിരിക്കുകയാണ്. 9 മീറ്റർ വലിപ്പമുള്ള അബു ഉബൈദ് അൽ ബക്രയുടെയും ഇബിൻ ബത്തൂത്തയുടെയും അഹമ്മദ് ഇബിനു മജീദിൻ്റെയും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതിമകൾ നമ്മുടെ കണ്ണുകളെ അവിശ്വസനീയാമിതം തുറപ്പിക്കും. എന്തൊരു ഒറിജിനാലിറ്റിയാണ് ആ കണ്ണുകളിലെ തിളക്കം, പല്ലുകൾ, താടി, എന്തിന് കയ്യിലെ രോമകൂപങ്ങൾക്ക് പോലും ഒറിജിനാലിറ്റി. കയ്യിൽ പടർന്ന മഷി, ചുളിവുകൾ, ഇതൊക്കെ കണ്ട് അമ്പരന്നങ്ങനെ നിൽക്കാം. ഈ അമ്പരപ്പിനൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. പരസ്യമായ കഥയുടെ പിന്നാമ്പുറ രഹസ്യം. അവതാർ, ഗോഡ്സില്ല, ലോർഡ് ഓഫ് റിങ്സ് എന്നീ സിനിമകൾക്ക് വേണ്ടി ഹൈപ്പർ റിയലിസ്റ്റിക് സ്റ്റാച്യൂസ് ഉണ്ടാക്കിയ WETA എന്ന കമ്പനി UAEയിൽ ഇവിടെ പവലിയനിൽ നേരിട്ട് വന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഓരോ അത്ഭുതങ്ങൾക്ക് പിന്നിലുമുള്ള രഹസ്യം. സഞ്ചാരിയും പണ്ഡിതനുമായ ഇബിൻ ബത്തൂത്തയുടെ മുന്നിലുള്ള ടേബിളിൽ തൻ്റെ യാത്രകളുടെ കഥകൾ പങ്കുവെക്കുന്നുണ്ട്. അമീർ അൽ ബഹർ അൽ അറബ്, ദ പ്രിൻസ് ഓഫ് ദ സീ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ഇബിനു മാജിദ് 14ാം നൂറ്റാണ്ടിലെ ഇപ്പോഴത്തെ റാസൽ കൈമയിൽ ജനിച്ചു വളർന്ന നാവിഗേറ്റർ. കടലിൻ്റെ ആഴങ്ങളിലൂടിയിട്ട് നമ്മളെ തൊടാൻ നീന്തി വരുന്ന ഒരു ഡൈവർ. വീണ്ടും ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് മായാജാലം. പിന്നീട് നാം കാണുന്നത് രാജ്യത്തെ വാണിജ്യപരമായ ചരിത്രത്തിലേക്ക് നയിച്ച പേളിൻ്റെ വലിയൊരു മാതൃകയാണ്. 360 ഡിഗ്രി ഇൻറ്റേർണൽ പ്രൊജക്ടർ ഘടിപ്പിച്ചിട്ടുള്ള പേളിൽ UAE എന്ന രാജ്യത്തിൻ്റെ വിവിധ കാഴ്ചകൾ കാണാം. അതിനുശേഷം നാം എത്തിച്ചേരുന്നത് പുതിയ UAEയുടെ തുടക്കത്തിലാണ്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എങ്ങനെയാണ് എല്ലാ എമിറേറ്റുകളും ഒരുമിപ്പിച്ച് UAE എന്ന സ്വപ്ന നഗരി ഇവിടെ കെട്ടിപ്പൊക്കിയത് എന്ന ഒരു മോണ്ടാഷാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബുർജ് ഖലീഫയും ബുർജുൽ അറബും ഉൾപ്പെടുന്ന അമ്പരചുംബികളുടെ നഗരത്തിൽ കാണിക്കാവുന്ന ഒരു ഇൻട്രാക്റ്റീവ് മാജിക്കൽ മൂവ്മെൻറ്റ്. ഒരു ചെറു തലോടൽ കൊണ്ട് ചിത്രം വരക്കാവുന്ന ഇൻട്രാക്റ്റീവ് സ്ക്രീൻ. 12 മീറ്റർ വ്യാസമുള്ള വലിയൊരു ഗ്ലോബ്. ഗതാഗതങ്ങളുടെ ഒരു ഡിജിറ്റൽ ഡെമോൺസ്ട്രേഷനാണ് ഈ ഗ്ലോബിൻ്റെ ഒരു പകുതി. മറുപകുതി പല ലെയറുകളിൽ മൾട്ടി സ്ക്രീൻ 3D ലാറ്റിസ് സ്ട്രക്ചറിൽ ഉള്ള ഒരു ഡിജിറ്റൽ വ്യൂ. ഡിജിറ്റൽ ലോകത്തിലെ ഒരു ഫിസിക്കൽ ഡെമോൺസ്ട്രേഷൻ. നടുവിൽ വൃത്താകൃതിയിലുള്ള സ്ക്രീനിന് ചുറ്റിലുമായി കാണുന്ന മൾട്ടി ലെയേർഡ് സ്ക്രീനുകളും കാഴ്ചയുടെ ദിശ ഒരു കൃഷ്ണമണിയിലേക്ക് ക്ഷണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഭൂമിയിൽ നിന്നും ഏറെ ദൂരെയായി അങ്ങ് ബഹിരാകാശത്തേക്കുള്ള യാത്രയിൽ ഒരു ബഹിരാകാശ യാത്രികൻ്റെ സ്പേസ് സ്യൂട്ട്. ഇവിടെ നിന്ന് നമ്മുടെ മുഖം ക്യാപ്ചർ ചെയ്ത് സഞ്ചാരിയുടെ മുഖമായി മാറുമ്പോൾ ഒരു ട്രാവലർ എന്ന നിലയിൽ നമ്മുടെ സ്ഥാനം ആകാശത്തേക്ക് ഉയരുന്നത് പോലെ.
UAEയുടെ ഹോപ്പ് പ്രോബിൻ്റെ ഒരു ചെറിയൊരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. അനന്ത സാധ്യതകളുടെ UAE ജീവിതത്തിൻ്റെ വളപ്പൊട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒടുവിലെത്തിപ്പെടുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. വഴി മുന്നോട്ട് തന്നെ. വീണ്ടും ചുവന്ന ഡ്രസ്സ് ധരിച്ച പെൺകുട്ടി. കാണാൻ ഒരേപോലെയാണെങ്കിലും ഇത് നേരത്തെ കണ്ട പെൺകുട്ടിയല്ല. യാത്ര തുടങ്ങി അവസാനിക്കുമ്പോൾ നാം ഉള്ളത് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഷംസ എന്ന് പേരിട്ടിരിക്കുന്ന വർത്തമാനകാല പെൺകുട്ടിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് സ്റ്റാച്യൂയിലേക്കാണ്. അവൾ തൊടാൻ ശ്രമിക്കുന്ന ചിത്രശലഭങ്ങളുടെ കൂടെയുള്ള തൻ്റെ സ്വന്തം ഭാവികാല പ്രതിബിംബത്തെയാണ്. ഇവിടെ രണ്ട് പെൺകുട്ടികൾക്ക് തമ്മിൽ ഒരുപാട് കാലത്തെ ദൂരമുണ്ട്. ഒന്ന് 11ാം നൂറ്റാണ്ടിലെ ബഡുവിയൻ പെൺകുട്ടി. അവൾക്ക് തൻ്റെ സഹോദരൻ്റെ പ്രൊജക്റ്റിൽ സഹായിക്കാൻ പരിമിതികൾ ഏറെയുണ്ട്. എന്നാൽ ഷംസ നാം ഓരോരുത്തരാണ്. സാധ്യതകളുടെ 21ാം നൂറ്റാണ്ടിലെ പെൺകുട്ടി. ബട്ടർഫ്ലൈ ഡ്രോണുകൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന ഷംസയുടെ സ്വന്തം പ്രതിബിംബം ഭാവികാല പെൺകുട്ടിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെയുള്ള ഓരോ പ്രതിമയും സിലിക്കയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിവരങ്ങൾ തന്ന് സഹായിച്ചത് അലിഫ് പവലിയനിലെ മുംബൈക്കാരി റസലാണ്. ബഡുവിയൻ പെൺകുട്ടി മുതൽ ഷംസ വരെയുള്ള യാത്രയുടെ കഥകൾ ഒട്ടും മടികൂടാതെ റസൽ വിവരിച്ചു തന്നു. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഒരു തളിരിനും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം? അലിഫ് പവലിയനിലെ ഓരോ വിശേഷങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു തീർക്കാൻ ഈ ഒരു വീഡിയോ പോരാതെ വരും. എക്സ്പോ 2020 കാണാൻ നിങ്ങൾക്കൊരു അവസരമുണ്ടെങ്കിൽ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പവലിയനാണ് അലിഫ്. ഒരിക്കലും നിങ്ങൾക്ക് അലിഫ് ഒരു നഷ്ടമാകില്ല. അമ്പരപ്പോടെ മാത്രമേ നിങ്ങൾക്ക് അലിഫ് കാണാൻ സാധിക്കുകയുള്ളൂ.